കേരളത്തിലെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സാമ്പത്തിക സുരക്ഷയും നൽകുക എന്ന ലക്ഷ്യത്തോടെ നിരവധി വാഗ്ദാനങ്ങളും പദ്ധതികളും UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന യുവാക്കൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്ക് സർക്കാർ പിന്തുണയോടെ കൂടുതൽ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് UDF വ്യക്തമാക്കുന്നു. സ്വകാര്യ മേഖലയിലും IT മേഖലയിലും പുതിയ കമ്പനികൾ കൊണ്ടുവരികയും യുവാക്കൾക്ക് നാട്ടിൽ തന്നെ ജോലി ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദേശത്ത് പോകാതെ തന്നെ കേരളത്തിൽ ജോലി നേടാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പറയപ്പെടുന്നു. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് പലിശ ഇളവോടുകൂടെ വായ്പയും സർക്കാർ സഹായം നൽകുമെന്ന വാഗ്ദാനമാണ് പ്രധാനമായി ഉയരുന്നത്. പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർക്ക് പുതിയ സാമ്പത്തിക സഹായം, പരിശീലനം, മാർക്കറ്റിംഗ് സഹായം എന്നിവ നൽകുന്നതിലൂടെ കൂടുതൽ യുവജന സംരംഭകരെ സൃഷ്ടിക്കാനാണ് ലക്ഷ്യം. അടുത്തത് വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് ആൻഡ് ഡിജിറ്റൽ സഹായമാണ്. പഠനത്തിനും ഓൺലൈൻ ജോലികൾക്കും യുവാക്കൾക്ക് ഡിജിറ്റൽ സൗകര്യങ്ങൾ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് സഹായം, സ്കിൽ ട്രെയിനിങ് എന്നിവ ലഭ്യമാക്കണമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വലിയ ചർച്ചയാകുന്നുണ്ട്. AI കോഡിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള പുതിയ മേഖലകളിൽ പരിശീലനം നൽകാനും പദ്ധതി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അടുത്തത് PSC പരീക്ഷാ സഹായ പദ്ധതിയാണ്. സർക്കാർ ജോലി ലക്ഷ്യമിടുന്ന യുവാക്കൾക്ക് PSC കോച്ചിംഗ് സഹായം, സൗജന്യ പഠന സാമഗ്രികൾ, പരീക്ഷാ ഫീസ് ഇളവ് തുടങ്ങിയ സഹായങ്ങൾ നൽകണമെന്ന വാഗ്ദാനവും ശ്രദ്ധ നേടുന്നു. പലരും വർഷങ്ങളായി PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ ഈ മേഖലയിൽ വലിയ പ്രതീക്ഷയാണ് യുവാക്കൾക്കിടയിലുള്ളത്. അടുത്തത് വർക്ക് ഫ്രം ഹോം ആൻഡ് ഫ്രീലാൻസിംഗ് സപ്പോർട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ നിരവധി യുവാക്കൾ വീട്ടിലിരുന്ന് ഓൺലൈൻ ജോലി ചെയ്യാൻ താല്പര്യം കാണിക്കുന്നു. അതിനായി ഫ്രീലാൻസിംഗ്, യൂട്യൂബ് ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, AI ടൂൾസ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതികൾ നടപ്പാക്കാമെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. അടുത്തത് യുവാക്കൾക്കുള്ള സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയാണ്. കേരളത്തിലെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം സ്കിൽ ഗ്യാപ്പ് ആണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. അതിന് ഇൻഡസ്ട്രി റീഡിംഗ് ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്റർവ്യൂ ട്രെയിനിങ്, സോഫ്റ്റ്വെയർ കോഴ്സസ് എന്നിവ സർക്കാർ പിന്തുണയോടെ നൽകണമെന്ന ആശയങ്ങൾ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടുന്നുണ്ട്. അടുത്തത് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സപ്പോർട്ടാണ്. കായിക മേഖലയിൽ കഴിവുള്ള യുവാക്കൾക്ക് പ്രത്യേക പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും നൽകണമെന്ന പ്രഖ്യാപനങ്ങൾ ഉയരുന്നുണ്ട്. ജില്ലാതലത്തിൽ സ്പോർട്സ് അക്കാദമി, ജിം സപ്പോർട്ട്, ടൂർണമെന്റ് ഗ്രാന്റ് എന്നിവ ആരംഭിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ യുവജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കുന്നു. അടുത്തത് ഗൾഫ് റിട്ടേൺ യുവാക്കൾക്കുള്ള സഹായമാണ്. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന യുവാക്കൾക്ക് പ്രത്യേക പുനരധിവാസ പദ്ധതികളും ചെറിയ ബിസിനസ് തുടങ്ങാൻ സഹായവും നൽകുമെന്ന വാഗ്ദാനങ്ങൾ ഏറെ ശ്രദ്ധ നേടുന്നു. ഗൾഫ് റിട്ടേൺ യുവാക്കൾക്ക് ലോൺ സബ്സിഡി, സ്കിൽ ട്രെയിനിങ്, ജോബ് പ്ലേസ്മെന്റ് എന്നിവ നൽകണമെന്നാണ് പറയുന്നത്. പഠനം പൂർത്തിയാക്കിയ യുവ വനിതകൾക്കും സ്വയം തൊഴിൽ, സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്, ഓൺലൈൻ ബിസിനസ് ട്രെയിനിങ്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തുടങ്ങിയ സഹായങ്ങൾ നൽകുമെന്ന പദ്ധതികൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തെ പൂർണ്ണമായും ഡിജിറ്റൽ തൊഴിൽ കേന്ദ്രമാക്കി മാറ്റുക എന്ന ആശയവും യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചയാണ്. AI ഹബ്, IT പാർക്ക്, സ്റ്റാർട്ടപ്പ് വില്ലേജസ്, ഇന്നോവേഷൻ സെന്റേഴ്സ് എന്നിവ വഴി പുതിയ തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാമെന്നാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ സ്ത്രീകൾക്കും യുവാക്കൾക്കുമുള്ള പ്രധാന പദ്ധതികളും ആനുകൂല്യങ്ങളും വിശദമായി നോക്കി. ഇന്നത്തെ വീഡിയോയിൽ സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും UDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്ന കുറച്ച് വിശദവിവരങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വരുമ്പം തുടർന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.